ഞാനെന്നും കാക്കും ഞാൻ വാ എന്റെ നിദ്രയിൽ നിത്യം വാ ഒരു ചക്കര സ്വപ്നം താ നീ തേടും മരുമനായികനാനാ നീ എന്റെ ചിത്തം കവരാൻ വാ ഒരു സ്വർഗം ചമയ്ക്കാൻ വാ അനന്തപുരത്തിൽ മഞ്ചം തീർക്കാം ആനന്ദ ചോലയിൽ നീരാടി കണ്ണിനതൻ കാമനോട്ടം ആ കാമനോട്ടം കണ്ണിനതൻ കാമനോട്ടം ആരരരേ കണ്ണിനതൻ കാമനോട്ടം എന്നിൽ പായുമ്പോൾ നെഞ്ചാകെ ആനന്ദമാമാകം. ഈ പെൺകുട്ടികളെ സംബന്ധിക്കണം ഈ പാവാടയൊക്കെ ഇടുന്നത് ശരിക്കും പറഞ്ഞ ഒരു സുഖമുള്ള പരിപാടിയാണ് അല്ല നല്ല എയർ പാസിംഗ് ഒക്കെ കിട്ടും. പക്ഷെ ഇതൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ വീട്ടിലെ ചവിട്ടിയല്ലേ മമ്മി നമ്മുടെ ചവിട്ടി കാണണ്ടായ ഇതെന്താ ചുണ്ടിനടിയിൽ ഷഡ്ഡി ഉണക്കാനിട്ടിരിക്കണം. പാട്ട് ചവച്ചരച്ച് തിന്നുന്നു ആ ചേട്ടൻ. ചേട്ടൻ സ്വയം കഷ്ണം മണത്ത് ആസ്വദിക്കുകയാണോ? ഇത് കണ്ടപ്പോഴേ ഓർത്ത വീട്ടിലെ പുല്ലുപെട്ട സമയമായി. രോമനാരായണൻ ഇതും വശമുണ്ടല്ലേ, പോയി വടിച്ചിട്ട് വാ പേക്കു. കിളിയോ വന്ന് കൂടുവെക്കാതെ നോക്കിക്കോ. എന്തെല്ലാം കാണുന്ന ഓരോ ദിവസം അല്ലേ. ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്റെ പേരിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നെ ഇമോഷണലി നല്ല രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഇവർ ഇത്രയും വലിയൊരു മാഫിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മാഫിയേ? അത് മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഹോസ്പിറ്റലിന്റെ ആൾക്കാര് അവര് കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചാണോ അറിയില്ല, അവർക്കതല്ലേ പണി. ഒത്തിരി മെസ്സേജുകളും കാര്യങ്ങളും ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ചെയ്ത് കൂട്ടുന്നതിനൊക്കെ കർമ്മയാണെന്ന് കരുതിയാ മതി. കർമ്മ ഈസ് എ ബിച്ച്. സോറി ബിച്ച്. അതല്ല, ബൂമറാങ്ങെന്ന ഉദ്ദേശിച്ചത്. സോറി ബിച്ച്. അത് അതിന്റെ ഇടയിൽ കൂടി അങ്ങനെ പറയണ. കള്ളം വിളി കേട്ടു എന്നൊരു കൺസെപ്റ്റ്. അതിലേക്ക് നീയും വിളി കേട്ടാ? നീ എപ്പോ വിളി കേട്ട്? ഇപ്പം നല്ല രീതിയിൽ സീൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാഞ്ഞ കൊച്ചാണ്. പണിക്ക് പോയതിന്റെ മാത്രം പ്രതിഫലം കിട്ടിയാണ്. ജോലി പോയെങ്കിൽ കുറച്ച് സാനിറ്റൈസ് അടിക്കും. ഇപ്പൊ മാനേജ്മെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രഷർ കൊണ്ട് ഇങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അടുത്ത കാണാം. എന്തിനാണോ കരഞ്ഞേ? കരയാൻ മാത്രം എന്താ ഉണ്ടായ? എന്തിനാ കരഞ്ഞേ? എന്തോ ലോണിന്റെ EMI മെസ്സേജ് വന്നു, പാവം കരയുന്ന കണ്ടില്ലേ അതിന്റെ ഇടയിൽ കൂടെ. പാവം വായിച്ചിട്ടും വരും മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്നാണല്ലോ ആളൊരു ലോല. മെൻ ആർ സിമ്പിൾ, ഡോണ്ട് മേക്ക് ദം ഹർട്ട്. എന്നാടാ അയ്യോ വയ്യേ. എന്നാടാ തേച്ചാവള്? നീ ഇങ്ങനെ മോങ്ങുമ്പോ ആരാടാ മുള്ള ഈ വീഡിയോ എടുത്തു തരുന്നേ? നമ്മുടെ പാർട്ട്ണറിനെ ഡീപ്പായിട്ട് കിസ് ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമായിട്ടാ കാണുന്നത്. അന്ന കാര്യം അത്ര നിസ്സാരല്ല. നിസ്സാര കാര്യമാണത്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഡീപ്പ് കിസ്സിങ്ങിന് ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വെയിറ്റ് ലോസ്. ഡീപ് കിസ്സിങ്ങിലൂടെ നമ്മുടെ കലോറി ബേൺ ആവുന്നുണ്ട്. ജിമ്മിൽ പോയാൽ കുറച്ചെങ്കിലും വെയിറ്റ് കുറയ്ക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിനക്കൊക്കെ പെണ്ണുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കിസ്സിങ്ങിനെ എന്തിനാ നമ്മളായിട്ട് ഒഴിവാക്കണേ? അല്ല, ജിമ്മിലും പോടെ കുറഞ്ഞൊരു 2-3 വർഷമെങ്കിലും പണിയെടുക്കാണ്ട് അതിലൊരു അംശം പോലും കുറയത്തില്ല. അതിനിടയ്ക്ക് ഈ വക സാധനങ്ങൾ ചിലപ്പോൾ കുറയുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. എന്നാലും ഇതൊന്നും അല്ല. നല്ല ജിമ്മിലും പോകാൻ പറ, ഒരുപാട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ കിസ് ചെയ്യാനായിട്ട് മടിയുള്ള നിങ്ങളുടെ പാർട്ട്ണർക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു. പ്ലാസ്റ്റിക്കിന്റെ കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ആക്ച്വലി നേരിട്ട് കണ്ട് സംതൃപ്തിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾ കട്ടിങ്സ് മാക്സിമം കുറവ് വരുന്ന കടലയും അതുപോലെ തന്നെ ചോളവും പിന്നെ 2 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തേക്കുന്നത്. മാക്സിമം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അളവ് കുറവ് വരുന്ന രീതിയിലാണ് നമ്മൾ ചൂടോടെ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് കഴിക്കുക. എപ്പോഴും നമുക്ക് ഇങ്ങനെ നോക്കി കഴിക്കാനൊന്നും പറ്റണമെന്നില്ല. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്. മമ്മൂട്ടിയല്ല, മൺചട്ടി. തല കുത്തി പിടിച്ചാൽ കക്കൂസ് എഴുന്ന ബ്രഷായിട്ട് ഉപയോഗിക്കാം. അമരൻ ആരാ? അമരൻ എന്താ ദൈവമേ. എന്റെ മോനെ അത് മാത്രം ചെയ്യരുത്.
എന്ത് തെറി വേണേലും പറഞ്ഞു മോനെ. തെറി കേട്ട് 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 ശീലമായി. ഇപ്പം കേട്ടില്ലല്ലോ കുഴപ്പം. മോനെ അത് മാത്രം ചെയ്യൂ പ്ലീസ്, പ്ലീസ്. ഞാനിവിടെ താമസിച്ചോട്ടെ. ഞാനും വരാൻ താമസിച്ചു. താമസിക്കാൻ വീടില്ല എനിക്ക്. അതുകൊണ്ടാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നത്. അല്ലാത്തവരൊക്കെ പണിയെടുത്ത് ജീവിക്കുന്നു. പ്ലീസ്. ഓക്കെ. നമസ്കാരം, എന്റെ പേര് ബിജിമോൾ VS. നല്ല കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിന്റെ പേര് ബിജിമോൾ VS SBY അല്ലേ? ബിജിമോൾ VS എന്റർടൈൻമെന്റ് SBY എന്നാണ്. എല്ലാരും ബാങ്ക് അക്കൗണ്ട് വല്ലതാണ്. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കാണാതെ പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. സന്തോഷമായില്ലേ? ക്രിസ്മസ് ഒക്കെ വരുമല്ലേ? നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. പ്രിയദത്ത എന്നാണ് പേര്. എന്താണെങ്കിലും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. കീപ് ഗോയിങ്. ഇത്രയുള്ള എൻ്റെ വീഡിയോ. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ലിങ്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സീരിയലിൻ്റെയോ ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്താൽ മതി. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ. ടാറ്റയുടെ കർവിനെ അടിച്ചിടാൻ വേണ്ടി മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ വന്നു. ഇജാതി കിടിലൻ ഡിസൈൻ അല്ലേ? മഹീന്ദ്ര ഇൻസ്പയർഡ് ഫ്രം മൈത്രേൻ. ആരാടാ പടച്ചിടുന്നത്? മിന്നൽ തന്നെ.